കേന്ദ്രത്തിലെത്തുകയും ചെയ്യുന്നുണ്ടെന്ന് വരുത്തി തീർത്ത് അത് ജനങ്ങളോട് വാളായി പറഞ്ഞുകൊടുത്ത് അള്ളാഹുവിങ്കിൽ നിന്ന് പടപ്പുകളിലേക്ക് മനുഷ്യന്റെ മനസ്സ് മടക്കി കൊണ്ടുപോകുന്ന ഈ കപട പൗരോഹിത്യത്തെ കൃത്യമായി മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, അറിയണം. ഇത് വല്ലാത്തൊരു പോക്കായി പോകുന്നത്. ഈ പോക്കിനെ സംബന്ധിച്ച് നമ്മളെക്കാൾ മുമ്പ് സമസ്തക്കാർ തന്നെ മനസ്സിലാക്കി. നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ സമസ്തക്കാർ മനസ്സിലാക്കി. നമ്മൾ പറഞ്ഞിട്ട് ആരോ ആ ആക്ഷേപം വേണ്ടാന്ന് വിചാരിച്ച അങ്ങനെ വരട്ടെ, അത് മുജാഹിദുകൾ പറയാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ബേജാറാകണ്ട. നമ്മളല്ല, സമസ്തക്കാർ തന്നെ മനസ്സിലാക്കി. കേട്ടോളൂ. എനിക്ക് ഓർമ്മയുണ്ട്, മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ മുസ്ലിയാർ എന്നൊന്ന് പറഞ്ഞു. അപ്പോൾ നേരെ മതിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാർ ഇരുന്നിരുന്നു. അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടുമൽ ഉസ്താദ് പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല, പറഞ്ഞു അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അതൊരു വർത്താനം, അത് ആൺകുട്ടികളെ വാക്ക. ഇന്നിപ്പോൾ അവിടെയുള്ളത്, ഇന്ന് അവരവിടെയുള്ളത് നല്ലോണം മനസ്സിലാക്കാം. കണ്ടോ? അപ്പൊ ഇത് മുജാഹിദുകൾ പറഞ്ഞല്ല, നേരത്തെ സമസ്തക്കാർ തന്നെ പറയാണ്. കാരണം ഇവര് പോക്ക് കണ്ടിട്ട് മനസ്സിലാണ് എന്താ അല്ലാഹു അക്ബർ എന്നാ ഇപ്പൊ പറയണത്. ഇനി പറഞ്ഞു അവസാനം ഇവര് അല്ലാഹു അബൂബക്കർ എന്ന് പറയും. അല്ലാഹു അബൂബക്കർ എന്ന് പറയും. സംശയിച്ചതുപോലെ തന്നെ നടന്നില്ലേ മാന്യ സഹോദരങ്ങളെ? സംശയിച്ചതുപോലെ നടക്കുകയല്ലേ മാന്യ സഹോദരങ്ങളെ? എത്രത്തോളം നമ്മൾ മുറിച്ച ഒരു ക്ലിപ്പല്ല. അങ്ങനെയാണെങ്കിൽ മുജാഹിദുകൾ അവിടെ വാലും തന്നെ മുറിച്ചെന്ന് പറയാ. അല്ല, സമസ്തക്കാർ തന്നെ കേൾപ്പിക്കുന്നത് എന്താ? കേട്ടോളൂ. അതിനേക്കാളും അപകടകര ഇപ്പൊ ഇവര് മഹാൻ പ്രസംഗിച്ചു തന്ന ഒരു സീഡിയിലുള്ള ഭാഗ ഇപ്പൊ ഇങ്ങോട്ട് കാണാം. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മൾ ചെയ്യണ എന്ത് കാര്യം അള്ള അറിയും. അള്ള ചെയ്യണ എല്ലാ കാര്യവും നമ്മളറിയുന്ന ആരെങ്കിലും പറയാറുണ്ടോ? ഒരാളും പറയില്ല. എന്നാ കാന്തപുരത്തിന്റെ ആൾക്കാർ മൂപ്പരെ പൊക്കന്നെ, കാരണം എന്തെങ്കിലും അവിടെ സീറ്റ് കിട്ടുള്ളൂ, പല മെച്ചോണ്ട് മൂപ്പരെ ഉയർത്തിക്കൊണ്ടുവന്നാലേ അവിടെ പറയാണ്, ഈ പ്രസംഗത്തിൽ പറയാണ്, പറഞ്ഞ് കാന്തപുര ഉസ്താദിന്റെ മഹത്വം പറഞ്ഞ് അതന്നെ ആ പ്രസംഗത്തിൽ ഉള്ളടക്കം പറഞ്ഞ് ലാസ്റ്റ് പറയാണ്, കാന്തപുരം ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യുകയില്ല പറയാൻ പോകുന്നു. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അള്ളാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദ് അറിയാതെ ഞാൻ അള്ളാഹു താൻ എവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു ശൂന്യ വളരെ വ്യക്തമായി എവിടേക്കാണ് ഇവരെ പോക്ക്. ഈ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ കാര്യബോധമുള്ള മുസ്ലിങ്ങളെ മുമ്പിലാണത് പറയണത്. ഇത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞു അവസാനം പറയാണെന്ത്? ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യൂല എന്ന് വെച്ചാൽ എന്താ അവളെ മനസ്സിലാക്കണേ? ആരാണ് ഇയാള്? അള്ളാഹുവിന്റെ സൃഷ്ടിലോകമെന്ന് പറഞ്ഞാൽ എത്ര വിശാലമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എത്ര വിശാലമാണ്. സപ്താകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ ആ വാനലോകത്ത് വിരാജിക്കുന്ന അള്ളാഹുവിന്റെ മാലാഖമാരുടെ എണ്ണം എത്രയുണ്ട്? ആ മലക്കുകളുടെ എണ്ണം എത്രയുണ്ട്? അവരുടെ പവിത്രത എത്രയുണ്ട്? അതിൽ തസ്ബീഹ് ചെയ്യുന്നവർ എത്രയുണ്ട്? തഹ്ലീൽ ചെയ്യുന്നവർ എത്രയുണ്ട്? സുജൂദിൽ കഴിയുന്നവർ എത്രയുണ്ട്? റുകൂഇൽ കഴിയുന്നവർ എത്രയുണ്ട്? അള്ളാഹുവിന്റെ മാലാഖമാരുടെ എണ്ണം എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുമോ? അവരുടെ പ്രത്യേകതകൾ പറഞ്ഞു തീർക്കാൻ കഴിയുമോ? അവരുടെ നേതാവിന്റെ പ്രത്യേകതകൾ പറഞ്ഞു തീർക്കാൻ കഴിയുമോ? ആ നേതാവിന്റെ ആകാരം പറഞ്ഞു തീർക്കാൻ കഴിയുമോ? സങ്കല്പിക്കാൻ കഴിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ സൃഷ്ടിപ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അനന്തകോടി താരകങ്ങൾ അതിനൊന്നും എണ്ണിക്കണക്കാക്കാൻ കഴിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഈ ഭൂമിയുടെ വിശാലത, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ സംവിധാനങ്ങൾ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട്, മനുഷ്യന്റെ ചിന്ത കൊണ്ട് കണ്ടെത്തിയിട്ടതിനെ പഠിച്ചു തീർക്കാൻ സാധിക്കുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ ആ സമുദ്രത്തിന്റെ അടിഭാഗത്തിലൂടെ ഊളിയിട്ട് നിൽക്കുന്ന പരൽമീനുകളെ എണ്ണിക്കണക്കാക്കാൻ മനുഷ്യ നിനക്ക് കഴിയുമോ? അത്രമാത്രം വിശാലമായ സൃഷ്ടികൾ, ആ സൃഷ്ടികളെ കൊണ്ട് സമ്പുഷ്ടമായ ഈ പ്രപഞ്ചത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടിക്കണക്കിന് സൃഷ്ടിജാലങ്ങളിൽ ഒരു അശു അല്ലെങ്കിൽ ഒരു ചണ്ടി, ആ ചണ്ടി
ഒരു കാര്യം ആ ചണ്ടിയെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാചകം, ആ ചണ്ടിയെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്ന വാചകം, ആ ചണ്ടി അറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മഹത്വം, റബ്ബിന്റെ മഹത്വം, സൃഷ്ടാവിന്റെ മഹത്വം, റബ്ബുൽ ആലമീന്റെ മഹത്വം, റഹ്മാനായ റബ്ബിന്റെ മഹത്വം, റഹീമായ റബ്ബിന്റെ മഹത്വം, മാലിക്കുൽ മുലൂക്കായ റബ്ബിന്റെ മഹത്വം എത്രയാണ് ഇവർ കണ്ടത്? ആ റബ്ബിനെ എങ്ങനെയാണ് ഇവർ മനസ്സിലാക്കിയത്? മാലക്കും എന്തു പറ്റിയടോ നിനക്ക്, എന്ത് സംഭവിച്ചടോ നിനക്ക്? ലാ തർജൂന ലില്ലാഹി വഖാറാ, അല്ലാഹുവിന് ഗാംഭീര്യവും നീ കാണുന്നില്ലേ? റബ്ബിനൊരു വിലയും നീ കൊടുക്കുന്നില്ലേ? അല്ലാഹുവിന് ഒരു ഗൗരവവും നീ കാണുന്നില്ലേ? അല്ലാഹ് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഈ മൂല്യർ അറിയണമെന്ന് പറഞ്ഞാല് അയാളുടെ ഹാർട്ട് ഇടിക്കണം എങ്കിൽ അല്ലാഹ് തീരുമാനിക്കണം. അയാളുടെ ഹാർട്ടിന്റെ പിടിപ്പ് അയാൾ അറിയണ്ടോ? അയാളുടെ ശരീരത്തിൽ നീന്തി അല്ലെങ്കിൽ ആ ശരീരത്തിലൂടെ പാസ് ചെയ്യുന്ന രക്തത്തിന്റെ തോത്, അതിന്റെ കൗണ്ട് അളക്കാൻ അയാൾക്ക് കഴിയോ? പിന്നല്ലേ അള്ളാന്റെ അറിവുണ്ടാവുക? അല്ലാഹ് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഈ മൂല്യർ അറിയണം എന്ന് പറയാ. എവിടേക്കാണ് ഇവർ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപകടകരമായ വാദം, ഒരു മുസ്ലിമിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വാദം, ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞ് നിങ്ങളെ ഈ സമുദായം വിചാരണ ചെയ്യും, സംശയമില്ല. വിചാരണ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഈ പരിപാടി കഴിയുമ്പോൾ വിചാരണ ചെയ്തിരിക്കും. മാത്രല്ല അള്ളാന്റെ പേരിൽ ആരും വിടൂല. റബ്ബിനോട് എന്തോ വല്ലാത്ത ദേഷ്യം, തൗഹീദിനോട് വല്ലാത്ത ദേഷ്യം. എന്താണ് ഇവർക്ക് ഇത്രമാത്രം ഈ തൗഹീദിനോട് ദേഷ്യം? നമുക്ക് മനസ്സിലാകണില്ല. എന്താ പറ്റിയ നിങ്ങൾക്ക്? റബ്ബിനോട് എന്താ ഇത്ര നിങ്ങൾക്ക് ദേഷ്യം? അള്ളാഹുവിനോട് എന്താണ് ഇത്ര ദേഷ്യം? നിങ്ങൾ നോക്കൂ, ഇത് റിസാലയാണ്. ഈ റിസാലയിൽ ഒരു ലേഖനം. എന്താ ലേഖനം? ആരെഴുതിയത്? മാളിയേക്കൽ സുലൈമാൻ സഖാഫി, ഖുർആൻ തിരുത്തിയ മൂല്യാര്, അള്ളാന്റെ ഖുർആൻ തിരുത്തിയ മൂല്യാര്. അയാൾ എഴുതിയ ലേഖന. എന്താ ലേഖനത്തിന്റെ പേര്? ഒരു ബസ് യാത്രയുടെ ഓർമ്മ എന്ന. ഞാനിതൊന്ന് വായിക്കാം, നിങ്ങൾ കേട്ടോളൂ. എന്താണ്? കാലം 1992. മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടുള്ള യാത്ര തികച്ചും യാദർച്ഛികം. മാളിയേക്കലിൽ നിന്നും മർക്കസിലേക്ക് പോകുന്ന ഞാനും നെല്ലിക്കുത്ത് നിന്ന് വരുന്ന ഉസ്താദും മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ഒരുമിച്ചെത്തി. കോഴിക്കോട്ടേക്കുള്ള ബസ് പിടിക്കണം. ഞാൻ ഓടിക്കുന്ന ചകത്ത് കയറി സീറ്റ് പിടിച്ചു. ഉസ്താദ് സാവകാശം ബസ്സിൽ കയറി. ഒരു സീറ്റിൽ രണ്ടുപേരും ഒരുമിച്ച്. എന്റെ അസ്വസ്ഥത മനസ്സിലാക്കിയാകണം അവിടെ ഇരിക്കണം. മറ്റാരെങ്കിലും ഇരുന്നാൽ എനിക്ക് പ്രയാസമാകും. ഞാൻ പരമാവധി ഒതുങ്ങി ഒറ്റച്ചന്തിയിൽ സീറ്റിൽ ഇരുന്നു. സുലൈമാൻ സഖാഫിയും നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരും കൂടെ ഒന്നിച്ച് മഞ്ചേരി കോഴിക്കോട്ടേക്ക് പോവാണ് ഒരു ബസ്സിൽ. അപ്പൊ ഉസ്താദിന്റെ ഇടയ്ക്ക് ഇരിക്കാൻ സ്വാഭാവികമായിട്ട് ശിഷ്യന്റെ പ്രയാസം ഉണ്ടാവും. അപ്പൊ പ്രയാസം പ്രകടിപ്പിച്ചപ്പോ ഉസ്താദ് ഇരിക്കൂന്ന് പറഞ്ഞു. ഇരുത്തിയപ്പോ മൂപ്പര് വളരെ ബഹുമാനിച്ചിട്ട് ഒറ്റച്ചന്തിയിൽ ഇരുന്നു എന്ന് പറയണേ. ഉസ്താദ് കൈക്ക് പിടിച്ചു. നിങ്ങൾ മുത്തല്ലിമാണ്? അതിലല്ല. അത് കഴിഞ്ഞിട്ട് പറയാണ്, കണ്ടക്ടർ വന്നു, ടിക്കറ്റ് വാങ്ങാൻ ഞാൻ കീശയിൽ കൈവച്ചു. ഉസ്താദ് കൈക്ക് പിടിച്ചു. നിങ്ങൾ മുത്തല്ലിമാണ്, ടിക്കറ്റ് ഞാൻ എടുക്കാം. സ്നേഹപൂർവമായ നിർബന്ധത്തിന് ഞാൻ വഴങ്ങേണ്ടി വന്നു. മഞ്ചേരി ജംഗ്ഷനിൽ നിന്ന് ബസ് കോഴിക്കോട്ട് റോഡിൽ പ്രവേശിച്ചതോടെ ആ ദൃശ്യം എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. മഞ്ചേരി ബസ് ഇങ്ങനെ പുറപ്പെടുക. നെല്ലിക്കുത്ത് മുസ്ലിയാരുണ്ട്, സുലൈമാൻ സഖാഫി ഒരു സീറ്റ് ഇരിക്കാണ്. അവർ രണ്ടുപേരും ഇങ്ങനെ പോകുമ്പോ പെട്ടെന്ന് ഒരു വാചകം, ഒരു ദൃശ്യം സുലൈമാൻ സഖാഫിയുടെ ദൃഷ്ടിയിൽപ്പെടുക. എന്താണ്? നീണ്ടു നിവർന്ന് കിടക്കുന്ന വെള്ള നിറമുള്ള ചുമരിൽ നെടുങ്കൻ അക്ഷരങ്ങളിൽ ഒരു ചുമരെഴുത്ത്. നെടുങ്കൻ അക്ഷരങ്ങളിൽ ചുമരെഴുത്ത്. എന്താ ചുമരെഴുത്ത്? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. ഇയാടെ ചങ്ക് കലങ്ങാൻ പിന്നെ വേറെ വല്ല കേൾക്കണം. ഈ മുയിലേറെ ചങ്ക് കലങ്ങി. ഈ നെടുങ്കനക്ഷരം കണ്ടപ്പോൾ ഇയാളുടെ ചങ്ക് കലങ്ങി. ടൗണിന്റെ ആലസ്യത്തിൽ റോഡിന്റെ പാളങ്ങളിൽ കയറി ഇറങ്ങി. ഞങ്ങളുടെ ശകടം ഇഴയുകയാണ്. ഞാൻ ആ ചുമരെഴുത്ത് ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഉസ്താദിനോട് പറഞ്ഞു, കണ്ടാ എന്താ എഴുതിച്ചിരിക്കണ നോക്കിയാണ്? എന്താണ്? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. അപ്പോഴാ ഉസ്താദ് കണ്ടോ, ഉസ്താദിന്റെ ചങ്കുവിനെ കലകാനില്ല. ചങ്കുണ്ടായിട്ടുണ്ടേ കലകാൻ. അപ്പൊ മൂപ്പർ അതിനേക്കാളും വലിയ പ്രയാസത്തിലായി. സുബ്ഹാനല്ലാഹ്. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. കേട്ടോളൂ. ഇതിന് ഒരു ബദൽ മുദ്രാവാക്യം എന്ത്? ഇതിന് പകരം ഒരു മുദ്രാവാക്യം വിളിക്കണം. കാര്യം പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമല്ല പറഞ്ഞത്. ഇതിനൊരു ബദൽ മുദ്രാവാക്യം വിളിക്കണം. എന്താണ് ഇതിനൊരു ബദൽ മുദ്രാവാക്യം? ഞാൻ ചോദ്യം തൊടുത്തു. നവീനവാദികളുടെ ഈ തലവാചകം വഴി ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാകുമല്ലോ.
ഉസ്താദ് ഒന്ന് നിവർന്നിരുന്നു, തലപ്പാവൊന്ന് ഉയർത്തി നേരെ വെച്ചു. എന്നിട്ട് എന്നോടൊന്നുകൂടി അടുത്തിരിക്കാൻ പറഞ്ഞു. ഒരു നറുപുഞ്ചിരിയോടെ സ്വതസിദ്ധമായ ശൈലിയിൽ സംസാരിച്ചു തുടങ്ങി. ഞാൻ കാത് കുറിപ്പിച്ച് കേട്ടു, ഇവർ ഇങ്ങനെ തന്നെ പറയണം. ഇത് തന്നെയല്ലേ ഇബ്ലീസ് മുമ്പ് പറഞ്ഞത്? ഞാൻ അന്താളിച്ചു പോയി. സുലൈമാൻ സക്കാഫി പറയും, മൂപ്പർ അന്താളിച്ചു എന്ന് പറഞ്ഞ വാചകത്തിന്റെ ഗൗരവം എന്തായിരിക്കണോ? അള്ളാന്റെ ഖുർആൻ തിരുത്തിയാളാ. മൂപ്പർ അന്താളിച്ചു പോയി ഇത് കേട്ടിട്ട്. ഇബ്ലീസ് അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് അന്താളിച്ചു പോയി. പ്രാർത്ഥന അള്ളാഹുവിനെ മാത്രം എന്ന് ഇബ്ലീസ് പറഞ്ഞെന്നോ? സുലൈമാൻ സക്കാഫി ചിന്തിക്കണം. അതെ, ആ പദം പറഞ്ഞില്ലായിരിക്കാം, പക്ഷേ അവന്റെ നിലപാടെന്തായിരുന്നു? സുജൂദ് അള്ളാഹുവിന് മാത്രം എന്നല്ലേ? ആ സുജൂദ് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയല്ലേ? അത് അള്ളാഹുവിന് എത്രയും ചെയ്യാൻ സന്നദ്ധനായിരുന്നു ഇബ്ലീസ്. ആദം നബിക്ക് സുജൂദ് ചെയ്യാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ ധിക്കാരത്തോടെ അവൻ പിന്മാറാൻ കാരണമെന്ത്? സുജൂദ് അള്ളാഹുവിന് മാത്രം എന്നായിരുന്നു അവന്റെ മനോഭാവം. അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം എന്ന മുദ്രാവാക്യവും സുജൂദ് അള്ളാഹുവിന് മാത്രം എന്ന മുദ്രാവാക്യവും അർത്ഥത്തിൽ ഒന്നു തന്നെയാണ്. ഉസ്താദ് പറഞ്ഞു കൊടുക്കാണ്ട് ശിഷ്യരെ, ബസ് ഒരു കുഴിയിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ശ്രമത്തിൽ ഒന്ന് മുരണ്ട് മുന്നോട്ടാകും. എഴുത്തിനിടയിൽ മൂപ്പിച്ചിട്ട് രസം ഉണ്ടാക്കാണ്. അത് കഴിഞ്ഞിട്ട് ഉസ്താദ് കമ്പിയിൽ പിടിമുറുക്കി. കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ ഇരുത്തം ശരിപ്പെടുത്തി വീണ്ടും ചോദ്യം, ഇത് എങ്ങനെ വിശദീകരിക്കും? ഉസ്താദ് വീണ്ടും സംസാരിച്ചു തുടങ്ങുകയാണ്. പ്രാർത്ഥന, സുജൂദ് എന്നിവ അള്ളാഹുവിന് മാത്രം എന്ന് പറയുന്നവർക്ക് അല്പം വകതിരിവ് വേണം. അല്ലാത്ത പക്ഷം ആദമിന്റെ മുന്നിൽ നിർവഹിക്കണമെന്ന് അല്ലാഹു മലക്കുകളോട് കൽപ്പിച്ച സുജൂദും മഹാപാപമാണെന്ന് പറയേണ്ടി വരും. ഈ വകതിരിവില്ലാത്തതാണ് ഇബ്ലീസിനും വഹാബികൾക്കും സംഭവിച്ച കുഴപ്പം. ഇപ്പോൾ വേണ്ടത് ഇതാണ്: നിങ്ങൾ SSFന്റെ കുട്ടികൾ എല്ലാ ചുമരുകളിലും എഴുതി വെക്കണം, പ്രാർത്ഥന അല്ലാഹുവിന് മാത്രം വഹാബികൾ, സുജൂദ് അല്ലാഹുവിന് മാത്രം ഇബ്ലീസ്. ഇത് എഴുതി വെക്കണം, നിങ്ങൾ SSFന്റെ കുട്ടികൾ എഴുതി വെക്കണം. എനിക്ക് ആവേശമായി, മൂപ്പർക്ക് ആവേശമായി. ഇത് കേട്ടപ്പോ ഇയാൾക്ക് ആവേശമായി. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ മനസ്സിലാക്കി പറയുന്നത് കേട്ടോളൂ. അത് എങ്ങനെ സമർത്ഥിക്കും? ഉസ്താദ് വീണ്ടും ഫോമിലായി. ഉസ്താദ് ഇങ്ങനെ തിളക്കാണ്. ഉസ്താദ് വീണ്ടും ഫോമിലായി. തലയിൽ കെട്ട് ഉയർത്തി വീണ്ടും തലയിൽ വെച്ചു. സുജൂദ് ആരാധനാ മനോഭാവത്തോടെ ഉള്ളതും ആരാധനാ മനോഭാവത്തോടെ ഇല്ലാത്തതുമായി രണ്ടു വിധമുണ്ട്. ആരാധനാ മനോഭാവത്തോടെയുള്ള സുജൂദ് അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ടതാണ്. ആരാധനാ മനോഭാവമില്ലാതെയുള്ള സുജൂദാണ് ആദമിന് ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുന്നത്. ഇത് മലക്കുകൾക്കറിയാമായിരുന്നു, പക്ഷേ ഇബ്ലീസിന് വകതിരിവ് ഉണ്ടായിരുന്നില്ല. അവൻ സുജൂദ് അള്ളാഹുവിന് മാത്രം എന്ന ആശയം മുന്നോട്ട് വെച്ച് ചുമരെഴുത്ത് നടത്തി. നരകത്തിൽ പോയി. ഈ വഴിക്കല്ലേ വഹാബി പോകുന്നത്? ഇവർ പറയുന്നതും ഇതുതന്നെയല്ലേ? ഉസ്താദ് നിർത്തി. ബസ് കോഴിക്കോട് സ്റ്റാൻഡിലേക്ക് കയറി. ഒരു യാത്രയുടെ ശുഭകരമായ പര്യവസാനം. ഉസ്താദുമായി കൂടുതൽ അടുക്കാൻ ആ ബസ് യാത്ര അവസരമായി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഉസ്താദും ശിഷ്യനും തമ്മിൽ നടന്ന വർത്താനം എഴുതി വെച്ചതാ. എന്തായി പറഞ്ഞത്? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞ വാചകം മുജാഹിദ് എഴുതി വെച്ചത് കണ്ടപ്പോ ഈ മുസ്ലിയാർക്ക് കലിയിളകുകയാണ്. ഉസ്താദിനും ശിഷ്യനും കലിയിളകുകയാണ്. അതിന് മറുപടി എഴുതണം. എന്താ മറുപടി? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം മുജാഹിദുകൾ, സുജൂദ് അല്ലാഹുവിന് മാത്രം ഇബ്ലീസ്. ഇത് എഴുതി വെച്ചു. എല്ലാ ജംഗ്ഷനിലും എഴുതി വെച്ചു SSFകാര്. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം മുജാഹിദുകള്, അതുപോലെ തന്നെ സുജൂദ് അല്ലാഹുക്ക് മാത്രം ഇബ്ലീസ്. അപ്പോഴാ ഇബ്ലീസ് ആ വഴിക്ക് പോയത്. മൂപ്പര് ജെട്ടി. ഇത് ആരുടെ മക്കളാണായത്? ഇതെന്താ എഴുതി വെക്കുന്നത്? എന്താ ഇത് എഴുതി വെക്കണത്? മൂപ്പര് ജെട്ടിക്കാരും ഇബ്ലീസ് അത് പറഞ്ഞിട്ടില്ല. ഇബ്ലീസ് അത് അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു സംഭവം ഇബ്ലീസ് അറിഞ്ഞിട്ടില്ല. ഇബ്ലീസ് എങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഇബ്ലീസ് പറഞ്ഞോ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ച് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് എന്നിട്ട് ആ വസ്തുക്കളെ മലക്കുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് ഫഅംദിഊനി ബിഅസ്മാഇ ഹൗലാഇ ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഈ വസ്തുക്കളുടെ പേര് പറഞ്ഞു കൊണ്ടുവാ എന്ന് മലക്കുകളോട് അല്ലാഹു പറഞ്ഞപ്പോ മലക്കുകൾ പറഞ്ഞു, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. റബ്ബേ, നീ പഠിപ്പിച്ചതല്ലാതെ
അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും അറിയില്ല. അല്ലാഹുവേ, നീ പഠിപ്പിച്ചതേ ഞങ്ങൾക്കറിയൂ, ഈ പേരുകൾ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് മലക്കുകൾ പറയുമ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുന്നു, ആദമേ പറഞ്ഞുകൊടുക്ക് പേരുകൾ എന്ന് പറയുമ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആ വസ്തുക്കളുടെ പേരുകൾ മുഴുവൻ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിർത്തിക്കൊണ്ട് അല്ലാഹു പറയുന്നു, ഉസ്ജുദൂ ലി ആദം, ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യൂ, ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യൂ. ആ സന്ദർഭത്തിൽ സജദൽ മലായിക, മലക്കുകൾ സുജൂദ് ചെയ്തു, മലക്കുകൾ സുജൂദ് ചെയ്തു. പക്ഷേ ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്യാതെ മാറി നിൽക്കുകയാണ്. കൽപ്പന അവന്റെ മേലും ബാധകമായിരുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നവർഗത്തിൽപ്പെട്ട ഇബ്ലീസിനോട് ചോദിച്ചു, മാ മനാക അൻ തസ്ജുദ ലിമാ ഖലഖതു ബിയദയ്യ, എന്റെ ഇരു കരങ്ങൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യാൻ എന്താണ് നിനക്ക് മടി? എന്റെ ഇരു കരങ്ങൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യാൻ നിനക്ക് എന്താണ് തടസ്സമെന്ന് ഇബ്ലീസിനോട് ചോദിച്ചപ്പോ ഇബ്ലീസ് പറഞ്ഞ മറുപടി എന്താണ്? ഞാൻ ആദമിന് സുജൂദ് ചെയ്യില്ല റബ്ബേ, ഞാൻ നിനക്ക് മാത്രമേ സുജൂദ് ചെയ്യൂ എന്നാണോ? ആണോ? ഒരു കുട്ടിയെ വിളിച്ച് ചോദിച്ചു നോക്കൂ, അവര് പറഞ്ഞു തരും. എന്താ ഇബ്ലീസ് പറഞ്ഞത്? ഖലഖതനി മിൻ നാർ വ ഖലഖതഹു മിൻ തീൻ. അല്ലാഹുവേ, നീ എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്, എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്, അവനെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ്. അതുകൊണ്ട് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യുകയോ? ഒരിക്കലും അതെനിക്ക് സാധ്യമല്ല. അവനേക്കാൾ ഔന്നിത്യമുള്ളത് ഞാനാണ്. കാരണം അവൻ മണ്ണ് കൊണ്ട് പടക്കപ്പെട്ടവനാണ്, ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്. വസ്തക്ബറ, ഖുർആൻ പറയാണ്, അവൻ കിബർ നടിച്ചു, അഹങ്കരിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാതെ വിശുദ്ധ ഖുർആൻ ഒരിടത്ത് പോലും പറഞ്ഞില്ല അല്ലാഹുവേ ഞാൻ നിനക്ക് സുജൂദ് ചെയ്യുള്ളൂ, ആദമിന് സുജൂദ് ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇബ്ലീസിന്റെ പേര് കളവ്. എന്തിനാ ഇബ്ലീസിന്റെ പേര് കളവ് പറഞ്ഞത്? ഇബ്ലീസിന്റെ പേരടക്കം കളവ് പറഞ്ഞതിനാ? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന വാചകം ഇവർക്ക് ദഹിക്കുന്നില്ല. അള്ളാഹിനോടൊരു ദേഷ്യം, എന്ത് കഷ്ടായത്! റബ്ബിനോടൊരു ദേഷ്യം, സൃഷ്ടിച്ച സൃഷ്ടാവിനോടൊരു ദേഷ്യം, അന്നം നൽകുന്ന റബ്ബിനോടൊരു ദേഷ്യം, അറിഞ്ഞോ അറിയാതെ അത് പ്രകടിപ്പിക്കേണ്ടി വരികയാണ്, പ്രകടിപ്പിച്ചു പോവുകയാണ്. മടങ്ങിക്കോ, തിരിച്ചു വന്നോ, തൗഹീദിലേക്ക് മടങ്ങിക്കോ, ഖുർആനിലേക്ക് മടങ്ങിക്കോ, സുന്നത്തിലേക്ക് മടങ്ങിക്കോ, അല്ലാഹുവിനോട് തൗബ ചെയ്തോ, കരഞ്ഞു പ്രാർത്ഥിച്ചോ, റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചോ. റബ്ബ് പൊറുത്തു തരാൻ ഒരുക്കമാണ്. നീ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ അത് എത്ര ശക്തമാണെങ്കിലും കഠിനമാണെങ്കിലും റഊഫായ റബ്ബ്, റഹീമായ റബ്ബ്, റഹ്മാനായ റബ്ബ് നിന്റെ മനസ്സിനെ ബാധിച്ച, നിന്റെ ഹൃദയത്തെ ബാധിച്ച പാപത്തിന്റെ കറകളെ കഴുകിത്തരാൻ ഒരുക്കമാണ്. അതുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങിക്കോ, റബ്ബിനോട് കേണപേക്ഷിച്ചോ. അള്ളാനെ വിടാൻ തയ്യാറല്ലാത്ത ജനത നബിയെ വിടാൻ തയ്യാറാവും? അള്ളാനെ വിടൂല. ഇങ്ങനെ ഒരു ജനത റസൂലിനെ വിടുവോ? എന്താ നമ്മുടെ നാട്ടുകാരൻ ഹസരി പറഞ്ഞത്? കറാമത്ത് ഉണ്ടാക്കിയതാ. ആരുടെ പേരില്? കുണ്ടൂരിന്റെ പേരില്. എന്താ കറാമത്ത് പറഞ്ഞത്? എന്നിട്ട് നാളിട്ടുക്കും പ്രചരിപ്പിച്ചത്. കുണ്ടൂര് പോയത്രേ. എങ്ങോട്ട്? മദീനത്തേക്ക്. എന്നിട്ട് അവിടെ റസൂലുള്ളാഹിന്റെ റൗദയുടെ സമീപത്ത് പോയി നിന്നിട്ട് നബിയെ സന്ദർശിക്കാൻ വരാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരാറുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ, നബിയുടെ ഖബറിനടുക്കൽ പോയി നിൽക്കാറുണ്ട്, നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യാറുണ്ട്. പക്ഷേ അവിടെ എപ്പോഴും തിരക്കാണ്. അതുകൊണ്ട് ഒരിക്കൽ കുണ്ടൂര് പറഞ്ഞു, ഇനി മുതൽ ഞാൻ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയി. അടുത്ത കൊല്ലം കുണ്ടൂർ അവിടെ ചെന്നു. അതേ റസൂലുള്ളാഹിയുടെ ഖബറിന്റെ സമീപത്തേക്ക് പോകാതെ മാറി നിൽക്കുകയാണ് കുണ്ടൂര്. ആ സന്ദർഭത്തിൽ ഒരാൾ ഇറങ്ങി വരുന്നു. ആരാ വരുന്നത്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് വിളിക്കുകയാണ്. ആരെ വിളിക്കുന്നു? കുണ്ടൂരിനെ വിളിക്കുന്നു. എന്താ വിളിക്കുന്നത്? താൽ യാ കുണ്ടൂർ, കുണ്ടൂരേ വാ, കുണ്ടൂരേ വാ വിളിക്കാണ്. ആ സന്ദർഭത്തിൽ കുണ്ടൂർ എന്താ പറഞ്ഞത്? ഇല്ല, ഞാൻ വരൂല. ഞാൻ പറഞ്ഞ പ്രശ്നമില്ല. എന്ത് കാര്യോ? കഴിഞ്ഞ കൊല്ലം വന്നപ്പോ ഞാൻ പറഞ്ഞല്ലേ വരൂല എന്ന്. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോനെ വാ, എന്നെ നിനക്ക് കാണണ്ടെങ്കിൽ വേണ്ട, എന്റെ അടുത്ത് വരണ്ടെങ്കിൽ വേണ്ട, പക്ഷേ നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് വരൂ എന്ന് അല്ലാഹുവിന്റെ റസൂല് ഖബറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കുണ്ടൂരിനെ വിളിക്കുമ്പോ കുണ്ടൂർ ചിന്തിക്കാണ്, ലോകത്തെ ഏറ്റവും വലിയ ആളാരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലൊരു കുട്ടിയെ ഒരു ഉമ്മയും ലോകത്ത് പ്രസവിച്ചിട്ടില്ല. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിനക്ക് കാണേണ്ട ആള്, നിനക്ക് വേണ്ടപ്പെട്ട ആൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നബിയെക്കാളും വേണ്ടപ്പെട്ട ആളാരാ?
അങ്ങനെ അറിയാൻ വേണ്ടി കുണ്ടൂര് പതുക്കെ മന്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കലേക്ക് ചെന്ന് നോക്കുമ്പോ ഹുനാക ശൈഖ് അബൂബക്കർ, അവിടെ ഇരിക്കണാര്, അവിടെ അബൂബക്കർ മുയിലാരി കസേരയിട്ടിരിക്കാണ്. ഇതൊരു മനുഷ്യൻ പ്രസംഗിച്ച അയാൾക്ക് സ്വബോധം ഉണ്ടോ മാന്യ സഹോദരങ്ങളെ? ഇത് നമ്മൾ വളരെ വ്യക്തമായി ചിന്തിക്കണം. ഇത് കേൾക്കണം, നിങ്ങൾ കേട്ടോളൂ. ഉസ്താദ് ആശിഖായിരുന്നു. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ റൗലേക്ക് വിളിച്ചിരുന്നോ? ഒരു സദസ്സെന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ അറബിയിൽ എന്നോട് മറുപടി പറഞ്ഞു, അതെ വിളിച്ചിട്ടുണ്ട്. ആ സദസ്സിലേക്ക് ഞാൻ മദീനത്ത് ചെന്നാൽ തിക്കും തിരക്കും കൂടി ഇനി നബിന്റെ അടുത്തേക്ക് വരൂല എന്ന് ഞാൻ തീരുമാനം നബിനോട് തന്നെ പറഞ്ഞതാ. അവിടെ പോയാൽ തിക്കില്ലാതെ അവിടെ കയറാൻ കഴിയില്ല റൗദയിലൊന്നും. അപ്പൊ അങ്ങനെ പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ കരാറിലാണ് ഞാൻ നാട്ടിൽ പോന്നീന്. പിറ്റത്തെ ഹജ്ജിന് പോയപ്പോ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് മാറി ബാബുസലാമിലൂടെ ഞാൻ റൗദയിലേക്ക് പോകാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. അവിടെ തിക്കുണ്ടായതുകൊണ്ട് വരൂല അറിഞ്ഞല്ലേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നെ മാടി വിളിച്ചു. സ്വപ്നമല്ലേ സഹോദരന്മാരെ, സ്വപ്നമല്ലേ പറയുന്നത്? എന്നെ മാടി വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ടെന്ന നിലക്ക് റസൂൽ എന്നെ മാടി വിളിച്ചു. ഞാൻ പറഞ്ഞു അവിടെ തിക്കും തിരക്കുമാണ്. കൊണ്ടൂർ സാഹ് പറയാ, അറബിയിൽ എന്നോട് പറഞ്ഞതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അതിന് പരിഹാരമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഞാൻ ആ ബാബുസലാമിനോട് അങ്ങ് ചെന്നപ്പോൾ കുണ്ടൂർ സാഹിനോട് പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞപ്പോ ഹുനാക ശൈഖ് അബൂബക്കർ, അവിടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അവിടേക്കാണ് എന്നെ വിളിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ നിൽക്കുന്നുണ്ട്, അവിടേക്കാരനെ വിളിച്ചത്. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുകയാണ്, കാന്തപുരം ഇരിക്കുകയാണ്. എങ്ങനെയുണ്ട്? കാന്തപുരം ഇരിക്കുകയാണ്, റസൂലുള്ള നിൽക്കുകയാണ്. എന്നിട്ടോ കാന്തപുരം അവിടെ വണ്ടി പോലെ ഇങ്ങനെ ഇരിക്കാൻ. നബി പോവുക, ആരെ വിളിക്കാൻ? കുണ്ടൂരിനെ വിളിക്കാനേ. നബി പോവുകയാണ് കുണ്ടൂരിനെ വിളിക്കാൻ. തൗബ ചെയ്തോ മുസ്ലിയാരെ, തൗബ ചെയ്തോ മുസ്ലിയാരെ. ഈ വിശ്വാസം മനസ്സിൽ വെച്ചിട്ട് മരണപ്പെട്ടു പോയാൽ, റബ്ബിനെ കണ്ടുമുട്ടിയാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ആട്ട് നിനക്ക് കേൾക്കേണ്ടി വരും. സംശയം വേണ്ട, യാതൊരുവിധ സംശയവും വേണ്ട. തൗബ ചെയ്ത് മടങ്ങിക്കോ, റബ്ബിനോട് പശ്ചാത്തപിച്ചോ. മുയിലാരെ വലുതാക്കാൻ വേണ്ടി അള്ളാന്റെ റസൂൽ ചെറുതാക്കി. CV ചെറിയത് ചെയ്തോ? CV ചെറിയാൻ ചെയ്തോ? മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ നിന്ദിച്ചുകൊണ്ട് പുസ്തകം എഴുതിയ ആള് ഇത്രയും വലിയ പരിഹാസം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അന്വേഷിക്കണം നിങ്ങൾ, മനസ്സിലാക്കണം നിങ്ങൾ. വളരെ വ്യക്തമായി റസൂലുള്ളാഹിനെ നിന്ദിക്കുകയാണ്, റസൂലുള്ളാഹിനെ നിന്ദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന് കുണ്ടൂര് മൂല്യാരെയും അല്ലാത്ത മൂല്യാരെയും വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോ അതേ കാന്തപുരം മുസ്ലിയാർ കസേരയിട്ടവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോ ആരാണിയാൾ, ആരാണ് ഈ കാന്തപുരം, ആരാണ് ഈ മനുഷ്യൻ, ആരാണ് ഈ ചണ്ടി എന്ന് മുസ്ലിം സമുദായം ചോദിക്കുക തന്നെ ചെയ്യും. അതിന് മുസ്ലിം സമുദായത്തിന് മടിയില്ല, ഈമാനുള്ളവന് മടിയില്ല. ഒരിക്കലും വിശ്വാസികൾ അവിടെ മടിച്ചു നിൽക്കുകയില്ല, അറച്ചു നിൽക്കുകയില്ല. വിശ്വാസികൾ ചോദിക്കുക തന്നെ ചെയ്യും, ആരാണ് ഇയാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുക, ഇയാൾ അവിടെ കസേരയിട്ടിരിക്കുക. അത് പ്രസംഗിച്ചടക്ക ഒരു മൂല്യരും എന്റെ അയാൾ ഇടയ്ക്ക് പറയാ, അയാൾക്ക് തന്നെ വിശ്വാസം വരണില്ല. മൂപ്പര് പറയാണ്, ഇതൊരിക്കലും ഉറക്കത്തിലല്ല, യഖ്ദയിലാണ്, ഉണർവിലാണ്, ഉറക്കിലല്ല. മൂപ്പർക്ക് തന്നെ തോന്നിയത് ഉറക്കത്തിലാണ് പറയുന്നത്. മൂപ്പർക്ക് സ്വയം തോന്നിട്ടാവും. ഇയാൾ ഇങ്ങനെ ഉണർച്ചയിൽ ഇതാണെങ്കിലും ഉറക്കത്തിൽ എന്താവും? മൂപ്പരാണ് പിന്നെ ഇങ്ങനെ സ്വപ്നം കാണില്ല. അത് മനുഷ്യന്മാരിങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്വപ്നങ്ങളാ. ഉൾക്കൊള്ളാൻ തന്നെ പറ്റൂല. അതിപ്പോ മൂപ്പര് ഉറക്കണ്ടെന്നാ ചില ആൾക്കാർ തീരുമാനിച്ചതാ. അവിടെ ഒരു ചെറിയ കുറുവടിയും അതുപോലെ തന്നെ സ്പ്രേയറൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണം. മൂപ്പര് ഉറക്കുന്നെങ്കിൽ അപ്പം അടിക്കും. അത് ഉറങ്ങിയ മൂപ്പര് സ്വപ്നം കാണാം. കണ്ട ഒരു ലെവലില്ലാത്ത സ്വപ്നങ്ങളും. അപ്പൊ ഇങ്ങനെ വടിയൊക്കെ ആയിട്ട് മൂപ്പര് ഉണർത്താൻ ഇപ്പൊ ആളിരുത്തേണ്ട ഗതികേടാണുള്ളത്. ഈ ഒരു അവസ്ഥയാണ്. അവസാനം ഇതൊക്കെ കൂടി കേട്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ചാറാക്കി കൊണ്ടുവരുന്നൊരു മൂല്യരുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വകുപ്പ് ഉണ്ടെങ്കിൽ അതിങ്ങനെ കൊണ്ടുവരുന്നൊരു മൂല്യരുണ്ട്. മൂപ്പര് തന്നെ ആകെ ക്ഷീണിച്ച് ഇയാൾ ഉണ്ടാക്കണ ഒരു കുരുത്തക്കേട്. അതിന് മറുപടി മൂപ്പര് കുടുങ്ങിയിട്ട് മൂപ്പര് പറഞ്ഞ വാചകം കേട്ടോളൂ. AP ഉസ്താദിന്റെ വിഷയത്തിൽ സ്വപ്നം കണ്ട ചില സംഭവങ്ങൾ ഒരു അഹ്സനി പറഞ്ഞ CD-യുടെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടാണ് ഇവരവിടെ കുറെ വേണ്ടാത്തത് പറഞ്ഞത്. ഞാൻ പറയാ, AP ഉസ്താദ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്ന് പറഞ്ഞോ? AP ഉസ്താദ് പറയിച്ചതാണോ? AP ഉസ്താദ് പറഞ്ഞോ? ആരോ ഒരാള് എവിടെയോ സ്വപ്നം കണ്ടെന്ന് എവിടുന്നോ പറഞ്ഞതിന് AP ഉസ്താദ് ഉത്തരവാദിയാവോ?
ഉണ്ടായാലും ഇല്ലെങ്കിൽ ഞാൻ രണ്ടു കൂടിയില്ല പറഞ്ഞു. കേട്ടോ, ഇതാണ് മൊയ്ലിയാര്, ഇതാണ് മൊയ്ലിയാര് എന്ന് പറഞ്ഞാൽ. കാരണം വെച്ചാല് ഉണ്ടായാലും ഇല്ലെങ്കിൽ ഇതാണ്. ഉണ്ടെന്ന് പറയാനും കഴിയില്ല, ഇല്ല എന്ന് സമ്മതിക്കാനും പറ്റുന്നില്ല. ഇയാളിവിടെ ആറാഫിലാ, രണ്ടിന്റെ ഇടയിൽ കിടക്ക, ഒരു രക്ഷയില്ല. നിങ്ങൾ മനസ്സിലാക്കണോ? എന്നിട്ട് മൂപ്പര് മുട്ടിനായോ? എന്താ ഇയാള് പോണെങ്കിൽ അങ്ങോട്ട് പൊക്കോട്ടേതാ, ഇയാള് പോണെങ്കിൽ പൊക്കോട്ടെ, ഉസ്താദ് ഇത് പറഞ്ഞോന്നാ, ഉസ്താദ് പറഞ്ഞിട്ടാണോ ചെയ്യണത്, ഉസ്താദ് പറയിച്ചിട്ടാണോ ചെയ്യണത് എന്നൊക്കെയാ ചോദിക്കുന്നത്. ഇയാൾ ഇത്രയൊക്കെ പ്രസംഗിച്ചിട്ട് ഉസ്താദ് പറഞ്ഞോ ഞാൻ അങ്ങനൊന്നും അല്ല എന്ന് പറഞ്ഞോ? ഇയാൾ ഇതൊക്കെ പ്രസംഗിച്ചു, നാട് നീളെ പ്രസംഗിച്ചു, യൂട്യൂബിൽ കെട്ടി ലോകം മുഴുവൻ അത് കേൾപ്പിച്ചു, ആളുകൾ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഉസ്താദിനൊരു ധർമ്മമുണ്ടോ? ഉസ്താദ് പറയണ്ടേ, അല്ല മക്കളെ, ഞാൻ ഇങ്ങനെയൊന്നുമല്ല, ഒരു പകരക്കാരൻ ഹസനി ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊന്നുമല്ല, ഇയാള് പറയുന്നത് പോലെയല്ല. അള്ളാഹ് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഞാൻ അറിയണമെന്നില്ല, ഞാൻ അറിഞ്ഞിട്ടല്ല അള്ളാഹ് ഒന്നും ചെയ്യുന്നത്. ഒരിക്കലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ ഒരിക്കലും കസേരയിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നെ വിളിക്കാൻ പോയിട്ടില്ല. ഇനി ഞാൻ ചെന്നാൽ തന്നെ അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ വരുമെങ്കിൽ തന്നെ ഇതിനെ ഇരുത്തുകയുമില്ല. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാനൊരു പാവപ്പെട്ട മുടിക്കച്ചവടക്കാരനാണ് എന്ന് പറയാൻ ഇയാൾ ധൈര്യം കാണിച്ചിട്ടുണ്ടോ? ഈ മൊയ്ലിയാർ ധൈര്യം കാണിച്ചോ? അയാൾ പറഞ്ഞോ? അത് പറഞ്ഞിട്ടില്ല. ഇയാള് അതല്ലേ പറയേണ്ടത്, തിരുത്തി കൊടുക്കണ്ടേ, ഞാൻ അങ്ങനെ അല്ല എന്ന് പറയണ്ടേ. അല്ലാതെ മൂപ്പരും ഉണ്ടാതിരിക്കും എപ്പോഴും തിരുത്തിയിട്ടില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇയാൾ ചെയ്തിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യിച്ചിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് ചെയ്യിച്ചതിനെ തിരുത്താൻ പറഞ്ഞു കൊടുത്തിട്ട് തിരുത്താൻ തയ്യാറായിട്ടില്ല, ചെയ്യിച്ചിട്ടുണ്ട്. അങ്ങനെ മൂപ്പർ ചെറിയ ഇങ്ങനെ മോഡിഫിക്കേഷൻ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എടുക്കുന്ന. ഇത് ബോധപൂർവ്വമാണ്. നിങ്ങൾ വെറുതെ ഒരാൾ മൊയ്ലാർ ഇങ്ങനെ ഇറങ്ങി പ്രസംഗിച്ചടക്കുക, പേപിടിച്ച പോലെ ഇങ്ങനെ പ്രസംഗിച്ചടക്കുക, അങ്ങനെ ആളുകൾ ഇങ്ങനെ കേൾക്കുക, അതല്ലത്. നേരെ മറിച്ചത് ബോധപൂർവ്വമാണ്. അതിന്റെ തെളിവ് നമ്മൾ മുമ്പേ കാണിച്ചു കൊടുത്താണ്, ഒന്നുകൂടി കണ്ടോളൂ. ഇയാള് കണ്ട KK ഉസ്താദ് ഉസ്താദ് ദർസിൽ പഠിച്ച ആളയാള്. KK ഉസ്താദിന്റെ ഉസ്താദല്ലേ ശംസുലമ, അവിടുത്തെ ഉസ്താദിലെ കണ്ണിയത്ത് ഉസ്താദ് 3 ഉസ്താദുമാരെ മാറ്റി വെച്ചിട്ട് ഒരു സമസ്ത ഉണ്ടാക്കി. പോരാത്തതിന് ഉസ്താദുമാർക്ക് ഇതിൽ കേസ് കൊടുത്തു. ഇയാളെ മഹത്വമാണത്, ഈ ആദ്യ മഹത്വം പറയാനുള്ളത്. പിന്നെ മഹാനാകുന്ന കാളമ്പാടി ഉസ്താദ്, ദുർശൈൽ ഉസ്താദ്, ഇവരെ പഴയ സ്വഭാവത്തോടെ ആ പഴയ ഫലമയും തനിമയും നിലനിർത്തി അള്ളാഹുവിന്റെ ദീനുമായി മുന്നോട്ട് പോകുമ്പോ ഈ രൂപത്തിൽ പത്രക്കാരിൽ പ്രത്യക്ഷപ്പെടാറില്ലല്ലോ. കണ്ടോ? ഈ രൂപത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാണുന്ന ഫോട്ടോ ഏതാ? ഇത് കാണുമ്പോ കുട്ടികൾ മനസ്സിലാക്കി സുബ്ഹാനല്ലാഹ്, നാളെ അബ്ദുൽ ഖാസിം ഇയാളെ കൈകൊണ്ട കിട്ടാന്ന് ഇവരെ വിചാരം. കാരണം എന്താ? ബിൽ ക്ലിന്റനെ പോലോട്ട, ജോർജ് W. ബുഷിനെ പോലോട്ട ലോക രാഷ്ട്രനായകന്മാരെ മുന്നിലേക്ക് വരുന്നത് പോലെ ഈ കാണുന്ന ചാനലുകളുടെ മൈക്കുകൾ മുഴുവൻ കണ്ടപ്പോ ഇതുപോലത്തെ വലിയൊരു വാർത്താ മാധ്യമ സമ്മേളനം നടത്താൻ ഇയാളല്ലാതെ വേറൊരാൾക്ക്, ഒരു മുസ്ലിം പണ്ഡിതന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വേൾഡ് മുസ്ലിമികളുടെ നേതാവ് ഇയാളാണ് പരിചയപ്പെടുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആൺകുട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനം എവിടെ നടന്നു? നിങ്ങൾ തെളിയിക്കോ? ഇത് ഒപ്പിച്ചുണ്ടാക്കിയ ഫോട്ടാണത്, ഒപ്പിച്ചുണ്ടാക്കിയ ഫോട്ടാണ്. അതിപ്പോ കാണിച്ചാൽ ധൈര്യമുള്ളവരൊക്കെ ഇങ്ങോട്ട് കയറി വന്നോളി. ഇത് ഒപ്പിച്ചതാണ്. ഈ ബുക്ക് അള്ളാഹു തആല കുരുത്തക്കേടാണ് ഇങ്ങനെ തന്നെ ഉണ്ടാവുക. ഈ ഫോട്ടോ ഒപ്പിച്ചതാണ് എന്ന് ഇതേ ബുക്കിൽ നിന്ന് മനസ്സിലാവും. ഇനി അതൊരു പത്രത്തിന്റെ കവറിന് വേണ്ടി വെറുതെ എന്തെങ്കിലും എഴുതിയതാണ്, അത് ചിത്രത്തിന്റെ രസത്തിന് വേണ്ടി കൊടുത്താണെന്നൊന്നും പറയണ്ട. എന്താ ഉള്ളത്? ഉള്ളിലുള്ളത് ഞാൻ വായിച്ചതാ, ഇതിനുള്ളിൽ തന്നെ ഉണ്ട് സംഭവം. മനുഷ്യ മനസ്സുകളെ കോർത്തു പിന്നെ ഇണക്കാൻ വേണ്ടി ഒരു യാത്ര ഉണ്ടാക്കിയതാണ് കേരള യാത്ര. ആ കേരള യാത്രയിലെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഈ ഫോട്ടോയിൽ അടിക്കുറിപ്പ് ഞാൻ വായിച്ചതാ. യാത്രക്കിടയിൽ ഒരു മാധ്യമ സമ്മേളനം. വിദേശ ചാനലുകളാണല്ലോ ഈ കാണുന്നത്. ഈ വിദേശ ചാനലുകൾക്ക് മുമ്പിൽ ഇയാളിങ്ങനെ സംസാരിക്കുന്നതായ ഒരു ഫോട്ടോ ഇവര് പ്രസിദ്ധീകരിക്കുകയും ഇത് വാർത്താ മാധ്യമ സമ്മേളനമാണ് എന്ന് അടിക്കുറിപ്പ് കൊടുക്കുകയും കളവാണത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചോ, ഈ പുസ്തകത്തിന്റെ മറ്റൊരു പേജിൽ ഒരു ഫോട്ടോ ഉണ്ട്. ഏതാണ് ആ ഫോട്ടോ? ഇയാളിങ്ങനെ എഴുതുന്ന ഫോട്ടോ. ഇയാൾ എഴുതുന്നൊരു ഫോട്ടോ കണ്ടോ? ഇതിന്റെ അടിയിൽ കൊടുത്തതോ, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ യാത്രയിലെ വിഷമത്തിനിടയിൽ ഒരു നിമിഷം. അപ്പൊ ശൈഖുന ഇങ്ങനെ എഴുതുകയാണ് ഇവിടെ. ഈ എഴുതുന്ന ഫോട്ടോ, ഈ ഫോട്ടോ ശരിക്കും സൂക്ഷിച്ചോ. ഇതേ ഫോട്ടോ എടുത്തിട്ട് ഇതാ കൊണ്ടുവന്ന മൈക്കിന് പേര് വെച്ചു.
അതേ ഫോട്ടോ, 2 ഫോട്ടോ നിങ്ങൾക്ക് നോക്കാം. താടിക്ക് കുഴപ്പമില്ല, മുടിക്ക് കുഴപ്പമില്ല, തലയെക്കെട്ടിന് കുഴപ്പമില്ല, അദ്ദേഹത്തിന് ഒന്നിനും കുഴപ്പമില്ല. അതേ കോലത്തിൽ കൊണ്ടുവന്ന് 2ഉം ഒന്നിച്ച് വെച്ച് നോക്കിക്കോ. 2ഉം ഒന്നിച്ച് വെച്ചിട്ട് ഇതേ ഫോട്ടോ എടുത്തു കൊണ്ടുവന്ന് മൈക്കിന് മുമ്പിൽ കൊണ്ടുവന്ന് ഒപ്പിച്ചിട്ട് കൊടുത്തു. ഇതാരെ പറ്റിക്കാനാണ്? സമസ്തക്ക് മഹത്വങ്ങൾ ഒന്നും പറയാനില്ലെങ്കിലും ഈ ജാതി തട്ടിപ്പുകൾ ഇന്ന് വരെ സമസ്തയുടെ ഒരൊറ്റ ഉലമാക്കൾ നടത്തിയിട്ടില്ല. പക്ഷെ ഇയാൾ നടത്തിയിട്ടുണ്ട്. അതായത് പ്രത്യേകത. അപ്പൊ ഇത് വെറുതെ നടക്കണില്ല, ഇത് ബോധപൂർവ്വമാണ് എന്ന് പറയാൻ കാരണം അതാ. ഇതൊരാൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണല്ലോ. ഫോട്ടോ തട്ടിപ്പ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അത് പുറത്തു വന്നപ്പോ ഇത് കണ്ടിട്ടൊരാള് അത് ആർക്കെങ്കിലും തെറ്റുപറ്റിയതാകും, അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്ത ആൾക്ക് തെറ്റുപറ്റിയതാകും എന്ന് പറഞ്ഞ് മാന്യമായി ഒഴിവാകാം. പക്ഷേ ഇത് കാണിച്ചപ്പോൾ മറുപടി പറയാം. നമ്മുടെ